ദ ഡാറ്റ കളക്ഷൻ വി നോ ദ സബ്ജക്റ്റ് ഡാറ്റ ആൻഡ് ഒബ്ജക്റ്റീവ് ഡാറ്റ അല്ലെ, രണ്ട് ഡാറ്റാസ് ഉണ്ട്. എന്താണ് ഈ സബ്ജക്റ്റ് ഡാറ്റയും ഒബ്ജക്റ്റീവ് ഡാറ്റ എന്നുള്ള ഡിഫറൻസ്? സബ്ജക്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് ഓൺലി ഫ്രം പേഷ്യൻറ്റിൽ നിന്ന് മാത്രം നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ, അവർ ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ ഇച്ചിങ് അവർക്ക് ചൊറിച്ചിലുണ്ട് എന്നുള്ള കാര്യം പേഷ്യൻറ്റ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പേഷ്യൻറ്റ് വേദന ഉണ്ട് എന്നുള്ളൊരു കാര്യം പേഷ്യൻറ്റ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യൻറ്റിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്ന ചില ഡാറ്റ, അതാണ് സബ്ജക്റ്റീവ് ഡാറ്റ. എന്നാൽ ഒബ്ജക്റ്റീവ് ഡാറ്റ അങ്ങനെയല്ല. പേഷ്യൻറ്റ് അല്ലാതെ ചില കാര്യങ്ങൾ, അതായത് നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സാമിൻ ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഇൻ ദ സ്കിൻ, അതൊരു ഒബ്ജക്റ്റീവ് ഡാറ്റയാണ്. കാരണം നമ്മൾ ഒബ്സർവ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ റിസൾട്ടിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒബ്ജക്റ്റീവ് ഡാറ്റയിൽ പെടുന്നുണ്ട്. ഇതാണ് ഡിഫറൻസ് ഉള്ളത്, ഈ സബ്ജക്റ്റ് ഡാറ്റ ഒബ്ജക്റ്റീവ് ഡാറ്റ തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ കളക്ഷൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സ് ഉണ്ട്. അറിയാം, പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ പേഷ്യൻറ്റിൽ നിന്ന് മാത്രം നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അല്ലേ, അതാണ് പ്രൈമറി സോഴ്സ്. സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ് എന്തെങ്കിലും റിവ്യൂസ്, അതായത് എന്തെങ്കിലും ബുക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച് റിവ്യൂസ്, ജേർണൽസ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങൾ, ഇതെല്ലാമാണ് സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്.